ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 1-2 മീറ്റിങ്ങുകളിലായിട്ട് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിൾ ക്ലാസ്സിലും മറ്റു പല സാഹചര്യങ്ങളിലുമൊക്കെ നമ്മൾ അന്ത്യകാലത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ പലയിടത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ മനുഷ്യൻ അകപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പൗലോസ് പല സമയത്തും തൻ്റെതായ ലേഖനങ്ങളിലൂടെ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. തെസലോനിക്ക ലേഖനത്തിൽ 1 തെസലോനിക്കർ 3:1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ടോ ഞങ്ങൾ അഥേനയിൽ തനിച്ച് ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ചു ഈ കഷ്ടങ്ങളിൽ ആരും ഒരുങ്ങിപ്പോകാതിരിക്കേണ്ടതിനും നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ചു നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ടു നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. 4 വരെ വായിച്ചു. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്നു ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ് തന്നെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നു. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ടു പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് ഭയപ്പെട്ടു ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിനും ആളയച്ചു. പൗലോസ് ചുരുക്കം കാലം എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പൊതുവേ ഉള്ളൊരു പഠനം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് അറിയാം. ഇപ്പോൾ പൗലോസിൻ്റെ മിഷണറി യാത്രകളൊക്കെ എല്ലാവരും വളരെ നന്നായിട്ട് അതിൻ്റെ സ്ഥലങ്ങളും കാലങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ തെസലോനിക്കയിൽ എത്തിയ ഏത് യാത്രയിലാണെന്ന് മനസ്സിലാകുമോ ആർക്കെങ്കിലും? നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കാൻ നിൽക്കുമായിരിക്കും അല്ലേ? 2ാമത്തെ യാത്രയിലാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു പഠനം പ്രാഥമികമായിട്ട് പൗലോസ് അവർക്ക് നൽകി കഴിഞ്ഞിരുന്നു. നമ്മൾ പക്ഷേ പൊതുവെ അല്ലെങ്കിൽ പൊതുവെ ചെയ്യാത്ത ഒരു വസ്തുതയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു പഠനം. കാരണം നമ്മൾ ആത്യന്തികമായി ലക്ഷ്യമിടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. ആ വരവിൻ്റെ ഇമിനൻസ് അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്യാതെ അല്ലെങ്കിൽ അതറിയാത്തവർക്ക് കള്ളനെ പോലെ വരും എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് നമ്മുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് സുവിശേഷം പറഞ്ഞു. എന്തുകൊണ്ട് ആ വ്യക്തി സുവിശേഷം അന്ന് കേൾക്കണം? എന്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കേട്ടുകൂടാ? ഇങ്ങനെ പറഞ്ഞ ചില അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ തൽക്കാലം എനിക്ക് കേൾക്കണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ആകാം. പിന്നീട് അവസരം ലഭിച്ചവരുണ്ട്, അവസരം ലഭിക്കാത്തവരുമുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള പല നിരീശ്വരവാദികളും അവരുടെ ജീവിതത്തിൻ്റെ അവസാനം ദൈവത്തിങ്കിലേക്ക് നോക്കി തന്നെ മരിച്ചവരാണ്. ഈ അടുത്ത സമയത്തും നമ്മുടെ നാട്ടിൽ ഒരു നേതാവായിരുന്ന അല്ലെങ്കിൽ വളരെയധികം ബഹുമാനിക്കപ്പെട്ടൊരു നേതാവായിരുന്ന അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്ന ഒരാൾ ഒരു വർഷം മുമ്പ് പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ നിന്ന് ആരോഗ്യത്തോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ അദ്ദേഹം അടുത്ത അവസരത്തിൽ ക്ഷേത്രം സന്ദർശിക്കുമെന്ന്. എന്നാൽ മറ്റ് പൊതുവേദികളിൽ അദ്ദേഹം നേരിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റൊരാശയമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്, എന്നാലും നിങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടി ഓർപ്പിക്കുകയാണ്. ഈ വളരെയധികം വിശ്വാസികൾ പറയുന്ന ചില വാദമുഖങ്ങളും അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവസരത്തിൽ അവർ ആവശ്യത്തിന് വിളിച്ചിട്ട് ദൈവം അവർക്ക് മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു മറുപടി, അല്ലെങ്കിൽ അവർ ആ ആശയത്തിൽ നിന്ന് വിട്ടുപോകാൻ, അല്ലെങ്കിൽ ദൈവം എന്നുള്ള ആശയത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണമായിട്ട് അവർ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു 2-3 സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. 3 പേര് ഒരേ വസ്തുതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഉറപ്പായിട്ടും ദൈവത്തിന് രണ്ടുപേരെ നിരാശരാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഞാൻ ഒരു ജോലിയുടെ കാര്യം എടുക്കുക. ഒരാൾക്ക് മാത്രം അവസരം ലഭിക്കുന്ന ഒരു ജോലി, ഒരു 3 പേര്, 3 അല്ല, ഇപ്പോൾ 300 പേര് പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ബാക്കി വരാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വരും? നിരാശരാക്കേണ്ടി വരും. ഇനി ലോകത്തിൻ്റെ അവസ്ഥകൾ ഇതാണ്. പക്ഷേ അച്യുതാനന്ദൻ പറഞ്ഞ ഉദാഹരണമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ് തോന്നുന്നു, എൻ്റെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ എന്താ ഒരു രോഗാവസ്ഥയെക്കുറിച്ച്, എൻ്റെ ഭവനത്തിലുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ദൈവം കേട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു പൊതുവായിട്ടുള്ളൊരു പ്രകൃതമാണ് മനുഷ്യൻ്റെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നൽകാത്ത ദൈവത്തെ എനിക്ക് വേണ്ട എന്നുള്ളത്. അത് നമ്മൾ കുറച്ച് കേട്ടതുപോലെ ഒരു സ്വാർത്ഥതയുടെ ഒരു ഭാവം എന്ന് മാത്രമേ ഉള്ളൂ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇനി ഈ തെസലോനിക്ക സഭയിലേക്ക് പൗലോസ് പോയ ആ സമയം, അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അപ്പോസ്തലപ്രവൃത്തി 17 ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് വായിച്ചു. അവർ അംഫിപോലിസിലും അപ്പൊലോനിയയിലും കൂടി കടന്നു തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവിടെ അടുക്കൽ ചെന്ന് മുൻശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കിയവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു വിവരിച്ചുകൊണ്ടിരുന്നു. ഭക്തിയുള്ള യവനന്മാരെ ബന്ധപ്പെട്ടു മാന്യസ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച പൗലോസിനോടും ശിലാസിനോടും ചേർന്നു. മതി. എത്ര ആഴ്ച പ്രസംഗിച്ചു? ഇപ്പൊ വായിച്ചു 3 ആഴ്ച. പൗലോസ് 3 ആഴ്ച ഒരു പള്ളിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ച് തെളിയിച്ചപ്പോൾ അവർ യേശുക്രിസ്തുവിനോട് ചേരാനിടയായി. ഇന്നും ഇത് സാധ്യമാണെന്ന് ചോദിച്ചാൽ സാധ്യമാണ്. നമ്മൾ കുറച്ചു മുമ്പേ കേട്ട ഒരു സൽപ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്ന സൽപ്രവൃത്തിയെക്കുറിച്ചും നമ്മൾ അത് അനുകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടു. മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനിക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു സൽപ്രവൃത്തി ഞാൻ ഈ പറഞ്ഞ സൂചനയിൽ തന്നെ ഉണ്ട്. അത്രേ ഉള്ളൂ. അത് സൽപ്രവൃത്തി അല്ലെന്ന് തോന്നുന്നുണ്ടോ? യേശുക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ. കാര്യം സുവിശേഷം ലോകത്തെ മാറ്റും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പക്ഷേ ആ ലക്ഷണങ്ങളെ കാണാൻ കഴിയുന്നുള്ളൂ. ഉദാഹരണത്തിന്, ഇപ്പം നമുക്കൊരു രോഗം വന്നാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് എന്തേ കാണാൻ പറ്റൂ? ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ കാണാൻ പറ്റുമോ? രോഗാണുവിനെ അവരാരും കാണുന്നുണ്ടോ? അതിന് പിന്നീട് ഒരു വിദഗ്ധൻ്റെ അടുത്ത് പോയാലേ കാണാൻ പറ്റും എന്ത് ആ രോഗാണു എന്താണെന്നോ, അല്ലെങ്കിൽ ആ ലക്ഷണങ്ങളുള്ള രോഗാണു ഏത് രോഗാണുവാണെന്നുള്ളത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിന് വേണ്ട ചികിത്സ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അവർക്ക് കഴിയും. എന്ന് പറഞ്ഞ പോലെ ലോകത്തിന് ലക്ഷണമേ കാണാൻ കഴിയൂ. ഇവർ വന്നാൽ ലോകത്തെ എന്തു ചെയ്യും? ഇളക്കി മറിക്കും. ലോകത്തിൻ്റെതായ പഴയതായ പല സ്വഭാവങ്ങളും മാറും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തികളുടെ സ്വഭാവം മാറും. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഉച്ചനീചത്വങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തു അവിടെ ചെന്നതുകൊണ്ടാണ്. ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ വന്നതുകൊണ്ടാണ് അവർക്ക് ആ മാറ്റം ഉണ്ടായത്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും എത്തിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയൂ. എന്ന് പറഞ്ഞാൽ അത് മാത്രമേ മറ്റാർക്കും ചെയ്യാത്തൊരു നന്മയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. ഇനി മറ്റൊരു വസ്തുത ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കുന്നത് ഉറപ്പായിട്ടും വേണ്ടിവരും. ഒരു സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ ഇത് പറയാൻ ധൈര്യമുള്ള എത്ര സുവിശേഷകരുണ്ട്? നിങ്ങൾക്ക് കഷ്ടതയുണ്ടോ? അല്ല, ഇപ്പം അങ്ങനല്ല പറയുന്നത്. എന്താ? പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ദൈവത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മുടെ ആത്യന്തികമായ ഏക പ്രശ്നത്തിന് പരിഹാരമാണ് ആര്? ക്രിസ്തു. പാപം എന്നുള്ളതിൻ്റെ പരിഹാരമാണ് ക്രിസ്തു. അല്ലാതെ ഈ ലോകത്തിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം ക്രിസ്തു അല്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ഏതൊരാൾക്കും ലോകത്തിൽ ഒരു കഷ്ടതയും ഉണ്ടാകത്തില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ വിശ്വസിപ്പിക്കേണ്ടി വരും എന്നല്ല, അങ്ങനെ സംഭവിക്കേണ്ടി വരും. അതൊരിക്കലും സംഭവിക്കത്തില്ല. ഈ ലോകത്തിന്
അതിൻ്റെ ഗതിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് യോഗ്യമല്ല. അത് അവരെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എല്ലാ കാലവും. ഇനി സഭയുടെ ഒരു പ്രത്യേകത, ഈ ലേഖനത്തിൽ ആദ്യത്തെ ഒരു 2 വാക്യത്തിൽ വായിക്കണ്ട പറഞ്ഞ 2 വാക്കുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള 2 വാക്കുകളാണ്. വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. ദൈവസഭകളിൽ ഇതുണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായൊരു വസ്തുതയാണ്. പൗലോസിന്റെ ഈ ലേഖനങ്ങൾ തന്നെ എടുത്താൽ മതി. ഉദാഹരണത്തിന്, ഈ സഭയിൽ നടക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആരറിഞ്ഞുകൊണ്ടിരിക്കുന്നു? അപ്പോസ്തലൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്നവരിലൂടെ അത് പൗലോസിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്? പരസ്പരം ഒരു ശരീരം എന്നുള്ളതുപോലെയുള്ള ബന്ധം ഉണ്ട്. ആരെയും പരിഹസിക്കാനല്ലെങ്കിലും ഞാൻ ഒരു മനസ്സിലാവാൻ വേണ്ടി ഒരു സംഗതി പറയാം. നമ്മൾ കേട്ടുള്ള എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. വിഷയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന് സ്വാതന്ത്ര്യം. നമ്മൾ പറയുന്നത് ക്രിസ്തുവിൽ അങ്ങനൊരു ബാധ്യത നമുക്കുണ്ടോ? നിങ്ങൾക്ക് ഉദാഹരണങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും. നമുക്കിടയിൽ ഒരു ലജ്ജ എന്ന് പറയുന്നതുണ്ടെങ്കിൽ എന്തേ ഉണ്ടാകാവൂ? ഏദൻ തോട്ടത്തിലുണ്ടായ ആ നഗ്നത മാത്രമേ നമുക്കിടയിൽ ലജ്ജയായിട്ടുണ്ടാകാവൂ. ഞാൻ വേണമെങ്കിൽ 1-2 ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദൈവസഭയ്ക്കും യോജിക്കാത്ത, ദൈവസഭയെ കയറ്റാൻ കൊള്ളാത്ത ഒരു പാപം ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ലജ്ജയാണോ? ദൈവസഭ വരുമ്പോൾ അതെനിക്ക് ലജ്ജയാണോ? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? നമുക്കിടയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകരുത്. ഉണ്ടാകുന്നെങ്കിൽ എവിടെയോ നമുക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് അവരെ ചിന്താഗതിയിലുണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ച് അറിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കും. പെട്ടെന്ന് ഇന്ന് ഒരാൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് നമ്മുടെ അടുത്ത് ഇന്ന് രാത്രി ഒരു 11 മണിയാകുമ്പോൾ പറയുക, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? ഇനിയിപ്പോൾ നാളെ ആവട്ടെ. കാര്യം ഇന്നിപ്പോൾ നീ മരിച്ചാലും പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകില്ല, ഞാൻ മരിച്ചാലും പ്രശ്നം സംഭവിക്കാൻ പോകില്ല. നമുക്ക് ഈ കർത്താവ് എന്തായാലും ഇതിനിടയ്ക്ക് പെട്ടെന്ന് വന്നു കളയുന്നുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്ക് തൽക്കാലം നാളെ ആവട്ടെ, നാളെ സംസാരിക്കാമെന്നേ പറയും, അല്ലേ? ന്യായമായിട്ടും പൗലോസിന് വേണമെങ്കിൽ അടുത്ത സന്ദർശനത്തിലേക്ക് അത് മാറ്റി വയ്ക്കാമായിരുന്നു. പക്ഷേ ഒരു ലേഖനം എഴുതി അത് ഒരാളുടെ കൊടുത്തു വിടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഉത്തരവാദിത്തം, അതിൻ്റെ അത്യാവശ്യകത നമ്മളെ സൂചിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ സഭയ്ക്കിടയിൽ നല്ല ആശയവിനിമയം ഉണ്ടായിരുന്നു. സഭയ്ക്കിടയിൽ കടന്നുകൂടുന്ന ഏത് ചിന്താഗതിയും, അവർക്ക് ലഭിച്ച ഉപദേശത്തിന് വിരോധമായിട്ടുള്ള ഓരോ ചിന്താഗതിയും അവിടെ ആശയവിനിമയം ചെയ്തുകൊണ്ടേയിരുന്നു. അത് അവർ ഉറപ്പുവരുത്തിക്കൊണ്ടേയിരുന്നു. ഇനി ഈ സമൂഹത്തിനേക്കാൾ കുറച്ചുകൂടെ ഉത്തമന്മാരായിരുന്നു അടുത്ത സമൂഹം, കേട്ടോ. ഇത് തെസ്സലോനിക്ക കഴിഞ്ഞിട്ടാണ് ബെരോവയിലോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ച ആ 17-ന്റെ താഴോട്ട് വരുന്നൊരു വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബെരോവക്കാർ ഉത്തമന്മാരായിരുന്നു. അവർ വചനം അങ്ങനെ തന്നെയൊന്ന് വീട്ടിൽ പോയി പരിശോധിച്ചു. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകേണ്ടി വന്ന്? ഇന്ന് കൊണ്ടു നടക്കാൻ പറ്റുന്നത് പോലെ ഉള്ള പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പുസ്തകങ്ങളെ അവർക്കുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ള സംഗതി ആയിരിക്കണം, കൊണ്ട് നടക്കാൻ പറ്റുന്ന സംഗതി ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വീട്ടിൽ പോയി പരിശോധിക്കേണ്ടി വന്നിരുന്നത്. അപ്പോൾ പരിശോധിച്ച മാത്രമല്ല, അവർക്കുണ്ടായിരുന്ന മറ്റൊരു ഗുണമെന്ന് അവർ ഉടനെ തന്നെ അത് ചെയ്തുകൊണ്ടുവരുന്നു. പരിശോധിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ്, ചെയ്തുകൊണ്ടുവരിക്കും. പരിശോധിക്കാത്തവർ തീർച്ചയായിട്ടും എന്തിനുള്ളതല്ല, ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. നമുക്കറിയാം, നമ്മുടെ ഒരു പാരമ്പര്യം മാറ്റാൻ, അല്ലെങ്കിൽ നമ്മൾ പഴയ സംഗതികളെ മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഓരോന്നിനെയും പരിശോധിക്കേണ്ട ആവശ്യകത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചരിത്രം പഠിച്ചവർക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ തന്നെ നമ്മൾ അറിയാതെ പലതിനെയും ഇപ്പോൾ തന്നെ സേവിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ
ദൈവത്തിന് വേണ്ടാത്ത, സഭയ്ക്ക് വേണ്ടാത്ത പലതും സഭയ്ക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പല കാലവും അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. പലതിനെയും ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. പലതിനും വേണ്ടി നമ്മൾ സമയം പാഴാക്കി, ദിവസങ്ങൾ പാഴാക്കി. അതായിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന് നമ്മൾ കാലക്രമേണ മനസ്സിലാക്കി. ഇനി അപ്പോസ്തലപ്രവൃത്തി 17:5 വായിച്ചു. യഹൂദന്മാരോ അസൂയ കൊണ്ട് മേൽക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് തുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് പറഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ മാന്യ സ്ത്രീകൾ എന്നൊരു വാക്ക് പറഞ്ഞു കേട്ടോ. ഇതുപോലെ ഈ ചില വാക്കുകൾ, മാന്യസ്ത്രീ, കുലസ്ത്രീ എന്നൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ. എനിക്കറിയത്തില്ല ഇതിനൊക്കെ ഒരു ദൈവസന്നിധി തന്നെ ഒരു അർത്ഥം ഉണ്ടോ എന്ന്. കുടുംബത്തിൽ പിറന്നതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ പരസ്യമായിട്ടൊരു വേദിയിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ടായി. എന്ന് മാത്രമല്ല, അവസാനം അദ്ദേഹം നമ്മുടെ ഗവൺമെൻറ് ഈ ഗ്രാൻഡ് കൊടുക്കാൻ എടുക്കുന്ന ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലുള്ള ചില പേരുകൾ വരെ അവസാനം പറഞ്ഞു. സ്കൂളിലൊക്കെ ഗ്രാൻഡ് കൊടുക്കാൻ ഗവൺമെൻറ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റിലെ ചില പേരുകൾ, അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നതല്ല നമ്മുടെ നാട്ടിൽ. നല്ല ഭാഷയൊന്നുമല്ല, നല്ല ഭാഷയായിട്ടല്ല. ഞാനിവിടെ ഈ ഒരു വാക്കെടുത്തതിൻ്റെ ഒരു കാര്യം, അവർ പറഞ്ഞേക്കുന്നത് ഈ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ എന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യവസായത്തിലായിരിക്കാം, ചിലപ്പോൾ അവരെ മറ്റേതെങ്കിലും തൊഴിലുകളായിരിക്കാം. അങ്ങനെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അവിടുത്തെ ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം, മാന്യ സ്ത്രീകൾ എന്ന് പറഞ്ഞേക്കുന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്ത നമ്മൾ വായിച്ച വാക്യം, യഹൂദന്മാർ അസൂയ പൂണ്ടു എന്നിട്ട് മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരായ ചിലരെ കൂട്ടുപിടിച്ചു. എന്നിട്ടാണ് പൗലോസിനെതിരെ എന്തിൻ്റെ പേരിലാണ്? ഈ ദൈവത്തിൻ്റെ പേരിലാന്ന് അവർ പറയുന്നത്. പക്ഷേ ആ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തിൻ്റെ പേരിലാണ്. ഇങ്ങനെ മനസ്സിലാക്കാൻ പോയാൽ നമ്മൾ വിപ്ലവം തന്നെ നടത്തേണ്ടി വരും. ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഇപ്പോൾ വിപ്ലവം നടത്തേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ വയ്ക്കുക. ഈ മിനകെട്ട് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞ് 2-ാം ലേഖനത്തിലെത്തുമ്പോൾ, 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിലാണ്, വാക്യം വായിക്കേണ്ട. അവിടെ പൗലോസ് പറയുന്നുണ്ട്, വേല ചെയ്യാത്തവൻ തിന്നുകയരുത്. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ മാതൃകയായി, ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ട് നിങ്ങളുടെ ഇടയിൽ വേല ചെയ്തു. ഈ വാക്യം ദൈവസഭകളിലൊന്നും വായിച്ചു കേട്ടിട്ടില്ലേ? ന്യായമായിട്ടും വായിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? പണ്ട് PMG ഗ്രൂപ്പുകാർ ചെയ്തതുപോലെ ജോലിയുള്ളവരെ മാത്രം എന്താക്കണമായിരുന്നു? ശുശ്രൂഷകരാക്കണമായിരുന്നു. ഞാനതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ശാഠ്യമൊന്നും പിടിക്കാൻ പോകുന്നില്ല. ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ കാര്യം. ചില സ്ഥലങ്ങളിൽ അവർ ഇതിലും വളരെ കർക്കശമായിട്ട് പിടിക്കാറുണ്ട്. ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞതിൻ്റെ പേരിൽ വളരെ കാർക്കശ്യത്തോടു കൂടി ഉപദേശമാക്കി കൊണ്ടുവന്നിട്ടുള്ള മറ്റു പല വസ്തുതകളുമുണ്ട്. അവിടെയൊക്കെ ഇത്തരം വസ്തുതകൾ മറന്നു. ഞാൻ എന്തിനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവസഭയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ കണ്ണും കാതും ഒക്കെ ഉള്ളവരായിരിക്കണം. ഇന്ന് ദൈവസഭ എന്തുകൊണ്ട് ചുരുങ്ങുന്നു, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് എവിടെ നിന്ന് എതിർപ്പ് വരുന്നു, ദൈവസഭയിൽ ആൾ കുറയാൻ സാധ്യത എവിടെ നിന്നുണ്ടാകുന്നു, ഭാവിയിൽ ഈ ദൈവസഭ എങ്ങനെ ചെന്ന് നിൽക്കും, നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പല ദൈവദാസന്മാർ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒരു രാജ്യത്തെ മുഴുവൻ സഭകളിലും കത്തെഴുതി അതിന് മറുപടി വാങ്ങി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയ്ക്ക് പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്ത ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സുവിശേഷം എത്താത്ത സ്ഥലത്ത്, ഏറ്റവും അധികം ജനങ്ങൾ പാപത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ പ്രവർത്തിച്ചവരുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള എരിവ് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു സെലക്ഷനിലേക്ക് അവർ പോകാനിടയായത്. ദൈവസഭയെക്കുറിച്ചുള്ള വിചാരം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇതിന് എതിർപ്പ് വരുന്നത് എവിടെ നിന്നാണ്, അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ നേരിടാൻ വേണ്ട വസ്തുതകൾ നമ്മൾ തയ്യാറായിരിക്കണം എല്ലാ കാലവും.
കഴിഞ്ഞ കാലങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച മനസ്സിലാക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷം അടുത്തുള്ള ഒന്നിലധികം തവണ കത്തോലിക്ക സഭയുടെ അധിപൻ മാപ്പ് പറഞ്ഞ വസ്തുതകൾ പലതുണ്ട്. ഒന്നല്ല, പല വസ്തുതകളുണ്ട്. എന്നാൽ പറയാത്തതെന്ന് ചരിത്രം പറയുന്ന മറ്റു പല വസ്തുതകളും ഉണ്ട് താനും. എന്നാലും പറഞ്ഞിട്ടുള്ള വസ്തുതകളുണ്ട് കുറേ. എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്ത് അവർ ആ തെറ്റ് അംഗീകരിക്കാതിരുന്നതായിരുന്നിട്ടും പിൽക്കാലത്ത് അതിനുവേണ്ടി അതിനെക്കുറിച്ച് മാപ്പ് പറയേണ്ടി വന്നു. ഈ സംഭവം നടന്നപ്പോൾ അതിനെതിരെ ഒരു ആക്ഷനും എടുക്കാതെ ഇരുന്നിട്ടാണ് മാപ്പ് പറയേണ്ടി വന്നത്. ആക്ഷൻ എടുത്തിരുന്നെങ്കിലോ മാപ്പ് പറയേണ്ടി വരില്ലായിരുന്നു. ഇതെവിടെയാണ് നടക്കുന്നത്? വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന അതിൻ്റെ കേന്ദ്ര ഭാഗത്താണ് നടക്കുന്നത്. ഞാൻ തെസലോനിക്ക ലേഖനം വായിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ, പൗലോസ് സഭ നടത്തിക്കൊണ്ടുപോയ ആ മാതൃക നമ്മൾ മനസ്സിലാക്കണം. നമ്മളിന്നൊരു സഭയെക്കുറിച്ച് ചിന്തിച്ചാൽ, ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞാൽ, പെന്തക്കോസ്ത് സഭയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്, നേരത്തെ ഒരു ഡ്രം ആയിരുന്നു, ഇപ്പോൾ ഏകദേശം 90% അതോടെ റെഡിയായി. പിന്നെ ഒരു സ്ഥലവും കൂടെ മതി, മൈക്ക് സെറ്റ്. നമ്മുടെ താല്പര്യങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ട് പോകാമെന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ചിന്തയുള്ളൂ. ആദ്യകാല സഭകൾ അങ്ങനെ ആയിരുന്നില്ല. അവർ തമ്മിൽ നേരത്തെ കേട്ടതുപോലെ ഇഴപിരിയാത്തൊരു ബന്ധം അവർ തമ്മിലും ഉണ്ടായിരുന്നു. അവർ ദൈവത്തോടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവർ തമ്മിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിടയിൽ നടന്നിരുന്ന ഓരോ വസ്തുതകളെയും അറിഞ്ഞുകൊണ്ടിരുന്നു. നമുക്കത് ഏറ്റവും പ്രയോജനമായെന്നുള്ളതിന് ഒരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന എല്ലാത്തരം ചിന്താഗതികളും അന്നുണ്ടായിരുന്നു. അന്നത് സഭയിലേക്ക് വന്നു. ആ സഭയിൽ നിന്ന് ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ അതിനെ മറുപടി കൊടുത്തു. നമുക്കിന്നത് വായിക്കാൻ ഉറപ്പായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ദൈവത്തിന് സ്വാഗതം. അസൂയ നിമിത്തമല്ല സുവിശേഷ വേല ചെയ്യേണ്ടത്. ദൈവത്തെ സേവിക്കേണ്ടത് ഇതുപോലെയുള്ള മാനുഷിക വികാരങ്ങൾ കൊണ്ടല്ല ചെയ്യേണ്ടത്. ആത്മാവിനെ കുറിച്ചുള്ള എരിവ് നിമിത്തമാണ് ദൈവവേല ചെയ്യേണ്ടത്. ദൈവത്തിന് സ്വാഗതം. ഇനി തെസ്സലോനിക്ക 2:15-16 വായിച്ചു. ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്ന വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും കുറിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ആരുടെ മേൽ? യഹൂദന്മാരുടെ മേൽ. എപ്പോഴാണ് ഇത് പറയുന്നത്? യേശുക്രിസ്തു വന്നതിന് ശേഷം ആണ് പൗലോസ് ഇത് പറയുന്നത്. അവർ ദൈവക്രോധം അനുഭവിച്ചോ? അതിനുശേഷം അനുഭവിച്ചു. രാജ്യങ്ങളിലുടനീളം അവർ അനുഭവിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ആയപ്പോഴാണ് അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്നുള്ള ഒരു ഭയങ്കരമായ താല്പര്യത്തിലേക്കും തീരുമാനത്തിലേക്കും അവർ 1800-കളിലെത്തിയത്. എന്ന് പറഞ്ഞാൽ ഭൂലോകത്തിൽ ഒരിടത്തും അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ തീരുമാനത്തിലെത്തിയത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, അവർ തെസ്സലോനിക്കയിൽ പൗലോസ് വന്നു, 3 ആഴ്ച സുവിശേഷം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു സമൂഹം, സ്ത്രീകളടങ്ങുന്ന വലിയൊരു സമൂഹം വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. യാസോൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ അവർ കൂടാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ അവൻ്റെ വീട് വളഞ്ഞ് കുറേ പേരെ അവരെന്ത് ചെയ്തു? പിടിച്ചു കൊണ്ടുപോയിട്ട് അവസാനം പല പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം ഈ ജാമ്യത്തിൽ അവരെ വിട്ടു. ജാമ്യത്തിൽ പുറത്തു, യാസോൻ ഉൾപ്പെടെയുള്ളവർ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു? ഈ അപ്പോസ്തലന്മാരെ അവിടുന്ന് അപ്പോഴേ വണ്ടി കയറ്റി വിട്ടു. അവർ ബെരോവയിലേക്ക് അവിടുന്ന് പോയി. ഇത്രയുള്ള സുവിശേഷ പ്രവർത്തനം അവിടെ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവർക്ക് അവിടുന്ന് പോരേണ്ടി വന്നു. ഇതിനിടയ്ക്കാണ്, ഈ സമയത്തിനിടയ്ക്കാണ് അവർ എന്തൊക്കെ പഠിച്ചിരിക്കുന്നത്? വിശ്വാസത്തെക്കുറിച്ച് അവർ പഠിച്ചു, കഷ്ടതയെക്കുറിച്ച് അവർ പഠിച്ചു, ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവർ പഠിച്ചു, ആ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പഠിച്ചു. ലക്ഷണത്തിൽ ഒന്ന് കഷ്ടതയായിരുന്നു. അതുകൊണ്ടാണ് കഷ്ടത കൂടിയപ്പോൾ അവർക്ക് സംശയം തോന്നിയത് കർത്താവ് വന്നിട്ട് പോയി കഴിഞ്ഞോ. ഇത് വന്നതുകൊണ്ടാണ് അവർക്ക് വീണ്ടും സംശയം തോന്നി പൗലോസ് അവർക്ക് മറുപടി കൊടുക്കാനിടയായത്. എന്ന് പറഞ്ഞാൽ എത്ര ശക്തമായിട്ട് അവർ വചനം പഠിപ്പിച്ചിരുന്നു, എത്ര ശക്തമായിട്ട് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പരസ്പരം അറിയുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ശുശ്രൂഷകന് ബോധ്യം ഉണ്ടായിരിക്കണം. ആ ശുശ്രൂഷകന് ഓരോ നിമിഷവും ഈ സ്പന്ദനങ്ങൾ അറിയാൻ പറ്റുമായിരിക്കണം. ഇതിന് വേണ്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഇനി ശുശ്രൂഷകൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ പരസ്പരം പ്രബോധിപ്പിക്കുന്നവരാണ്. നമ്മൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും എന്തുണ്ടെന്നാണ് പറയുന്നത്? പ്രബോധനമുണ്ട്, ഓരോരുത്തരും സാക്ഷ്യമുണ്ട്, ഓരോരുത്തരും പാട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടായിരിക്കണം. നമ്മെക്കുറിച്ച് എത്ര ശതമാനം നമ്മളെ ഏറ്റവും അടുത്തറിയാവുന്ന വിശ്വാസിക്കറിയാം? അറിയിക്കാൻ ഒക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അല്ലേ? എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷർട്ടിൻ്റെ എണ്ണമോ സാരിയുടെ എണ്ണമോ അല്ല അറിയിക്കേണ്ടത്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച്. നമ്മുടെ സംഭാഷണം നിലനിൽക്കുന്ന എല്ലാം മറ്റേ സൈഡിലോട്ടേ നീക്കും. സ്ത്രീകളാണെങ്കിൽ തുണിയോ അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. പുരുഷന്മാരാണെങ്കിൽ സ്പോർട്സിലൊക്കെ നിൽക്കുക. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിൽ എന്തുണ്ടെന്നുള്ളതാണ് ഈ പരസ്പരമുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. അവിടെയാണ് നമുക്ക് വീഴ്ച വന്നു പോയത്, അവിടെയാണ് സഭയ്ക്ക് വീഴ്ച വന്നു പോയത്. സഭ ഒരിക്കലും ഇത് സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല, വചനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വരവിൻ്റെ കാത്തിരിപ്പ് അത് ഓരോ നിമിഷവും നടക്കുമ്പോഴാണ്, നമുക്ക് അതിനെക്കുറിച്ചുള്ള ജാഗ്രത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മാവിനെക്കുറിച്ചുള്ള ഭാരം വർദ്ധിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വരവ് ഇന്നോ നാളെ സംഭവിക്കത്തില്ല, സംഭവിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള തോന്നൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആത്മഭാരം എന്ത് ചെയ്യും? കുറയാനിടയാവും. നമ്മുടെ മുന്നിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ബോധ്യം ഉണ്ടാകണമെങ്കിൽ തിരിച്ചു വരണം. ഇന്ന് ഞാനൊരാളെക്കുറിച്ച് കേട്ടു. ഒരു യുവാവാണ്, വളരെ നന്നായിട്ട് ലോകം ആസ്വദിക്കാൻ ഇറങ്ങി തിരിച്ചു. സുവിശേഷം കേൾക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് വാഹനം ഓടിക്കാൻ കമ്പമുള്ള ഒരാൾ ഏറ്റവും അവസാനം ചില മിനിറ്റുകളെങ്കിലും എനിക്ക് ദൈവം തരുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അല്ലെങ്കിൽ അങ്ങനെ തന്നെ അദ്ദേഹം പലരോടും മറുപടി പറഞ്ഞു. അവസാനം ഒരു അപകടത്തിൽ അതിനെക്കുറിച്ച് അറിഞ്ഞ ദൈവദാസൻ പറഞ്ഞത് 15 മണിക്കൂറോളം അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ബോധ്യം വന്നില്ല ഇത് അവസാനമായിരിക്കും. അപ്പോഴും അദ്ദേഹം ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സ് കഠിനപ്പെട്ടു പോയാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു പോകും. യൂദായെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഓരോന്നും പലതവണ തട്ടിക്കഴിയുമ്പോൾ പിന്നീട് ആ വിഷയത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാതിരിക്കും. പക്ഷേ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നമ്മൾ കേട്ട വചനങ്ങൾ നമ്മൾ പ്രമാണിക്കുന്നവരാണ്. ഇനി വചനങ്ങളെക്കുറിച്ച് തർക്കിക്കേണ്ടാത്ത വിഷയങ്ങളും തർക്കിക്കേണ്ടതല്ല, നമ്മൾ വളരെ സൂക്ഷ്മതയോടെ പാലിക്കേണ്ടതും അല്ലെങ്കിൽ അത്രയധികം സൂക്ഷ്മത വേണ്ടാത്തതുമായ 1-2 വസ്തുതകളെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ കർത്താവിൻ്റെ വരവിന് ശേഷം നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സഭകൾ തമ്മിൽ തർക്കമുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവിടുത്തെ നമ്മുടെ ഡെപ്പോസിറ്റ് കൂട്ടാവുന്നേ ഉള്ളൂ. കൂട്ടുക കുറയ്ക്കുക ചെയ്യാം, അതല്ലാതെ അതിനപ്പുറത്തെ ഒരു നിയന്ത്രണവും നമുക്കില്ല. ഇനി പ്രാർത്ഥിച്ചാലൊന്നും അത് മാറ്റാനൊന്നും പോകുന്നില്ല. അത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതാണ്, അത് അങ്ങനെയാണ് നടക്കും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വേഗം വരണമെന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, തെറ്റുമില്ല. അല്ലാതെ ആ വരവിൻ്റെ അത് കഴിഞ്ഞ് ശേഷമുള്ള ന്യായവിധിയുടെ കാര്യം ഉച്ചൊന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ദൈവമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും നോക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു തർക്കത്തിൻ്റെ കാര്യമില്ല. പക്ഷേ യേശുവിൻ്റെ രക്തത്തെ വീണ്ടെടുപ്പായിട്ട് കണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ആ രക്ഷിതാവായി സ്വീകരിച്ച യേശുവിനെ സാക്ഷീകരിക്കാൻ സ്നാനപ്പെടുകയും ചെയ്യണമെന്നൊക്കെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നൊക്കെ ഉള്ള ദൈവവചനങ്ങളെ അതിനകത്ത് തർക്കമൊന്നുമില്ല. അതിനകത്ത് ആരുമായിട്ടും തർക്കത്തിൻ്റെ കാര്യമൊന്നുമില്ല. ആ കാര്യത്തിൽ തർക്കം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ആളിനെ വിട്ട് ഒഴിയുക. അത് ഈ അധ്യായത്തിൽ ഈ 2 ലേഖനങ്ങളിലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ചില ഉപദേശങ്ങൾ ചിലരെ എടുക്കാതെ വന്നു കഴിയുമ്പോൾ അവരെ വിട്ടൊഴിയുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരോട് പിണങ്ങുക എന്നുള്ളതല്ല, അവരെ നാളെ അവരെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല. അവർ വിട്ടൊഴിയുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ ഒരു വിശ്വാസ സമൂഹത്തിലല്ലാത്ത ഒരാളായിട്ട് എണ്ണുക. അങ്ങനെ ഒരാളായിട്ട് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആളോട് വീണ്ടും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. അയാളെ വീണ്ടും പഴയ ക്ലാസ്സിലേക്ക് നമ്മൾ കൊണ്ടിരുത്തുകയാണ്. ഇനി അത് സ്വീകാര്യമല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി എന്ത് ചെയ്തോളും? നമ്മിൽ നിന്ന് സ്വയം അകന്നോളും. നമ്മളൊരിക്കലും ഈ ആളിനെ ആയിട്ട് പിണങ്ങുന്ന ഒരവസ്ഥയില്ല. പലപ്പോഴും നമ്മൾ വചനം തെറ്റിദ്ധരിച്ച് പലതും ഇതുപോലെ ചെയ്യാറുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ ചിലർ പറയാറുണ്ട്, ഞാൻ അയാൾ കൈ നീട്ടിട്ടും ഞാൻ കൈ കൊടുത്തില്ല, സ്വോത്രം പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് സ്വോത്രം പറഞ്ഞില്ല, ഞാൻ ഗുഡ് മോർണിംഗേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയുകയും ആ വിശ്വാസിയെ കുറിച്ച് പാസ്റ്റർ അഭിമാനത്തോടെ സന്തോഷിക്കുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ചിലർക്കെങ്കിലും അത് കേട്ട് ചിരിക്കാൻ തോന്നുന്നു. പക്ഷേ കുറച്ചു കാലം മുമ്പാണെങ്കിൽ ഞാനും ആ ഒരു സംഘത്തിൽ നിന്ന് സന്തോഷിച്ചതിന് ചിലവ് ആ ദൈവദാസനോടൊപ്പം. ദൈവവചനം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. യേശു ക്രിസ്തു ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒറ്റ വാക്ക് സ്നേഹം എന്നുള്ളൊരു വാക്കാണ്. നമ്മളിതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. പലപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു വസ്തുത നീതി എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മുടെ ദൈവത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ബോധ്യം വരും. നീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലെ സംഗതി എടുത്താൽ തന്നെ ഇപ്പം എനിക്ക് 3 മക്കളുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടി മൂത്ത മോളെ തന്നെ അങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീതിബോധം ഇല്ലാതാവുക. മറ്റു 2 കുട്ടികൾ എന്ത് ചെയ്യുന്നു? സ്നേഹം ലഭിക്കാതെ പോവുക. എൻ്റെ അർത്ഥത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ടും എൻ്റെ മുഴുവൻ സമയം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? നീതി ഉണ്ടാകുന്നില്ല. ഞാൻ ലേഖനത്തിൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി വരിക. നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് സുവിശേഷമാണ്. ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് വീട്ടിൽ ഇരുന്ന് വേണമെങ്കിലും സുവിശേഷം പറയാം. ഒരാൾക്ക് വീട്ടിൽ ഇരുന്ന് വേണമെങ്കിലും സുവിശേഷം പറയാം. നമ്മുടെ മാധ്യമത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളെങ്കിലും ചെറിയ തോതിലെങ്കിലും ഒരു സുവിശേഷമായി മാറാൻ ശ്രമിക്കണം. എനിക്ക് സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെയുള്ള ചിലർ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബൈബിൾ ക്ലാസ് ഒരു റെക്കോർഡിംഗ് ആക്കി പോസ്റ്റ് ചെയ്യുന്നത്. അതാരും കേൾക്കുമെന്നുള്ള ഒരു തോന്നലൊന്നും എനിക്കില്ല. പക്ഷെ ചോദിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ വേറെ 2-3 പേർക്ക് കൂടെ അയക്കുന്നുണ്ടായി, കഴിഞ്ഞ ആഴ്ചത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അന്നത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു പിഴവായിരുന്നു. ഇതൊന്ന് കുറച്ചുകൂടെ ഭംഗിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ഡിവൈസ് വാങ്ങിച്ചാൽ നമ്മുടെ ആ യൂട്യൂബിൽ കുറച്ചുകൂടെ അത് ഭംഗിയാവും. ഞാനത് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇവിടെ ഇന്ന ആരുടെ ഒന്നും വേണമെന്നില്ല. നമ്മുടെ സഹോദരങ്ങളെല്ലാം സംസാരിക്കാറുണ്ട്. ഓരോ പ്രസംഗങ്ങൾ നമ്മളിപ്പോൾ പ്രത്യേകമായിട്ടാണ് ഇടാറുള്ളത്. നിങ്ങൾക്ക് ബോധ്യമെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് അയക്കണം. അതൊരു ദൈവവചനത്തിൻ്റെ അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാര്യം നമ്മൾ പറയുന്ന ആശയങ്ങൾ എല്ലാവരും പറയുന്ന ആശയങ്ങളല്ല, എന്നാൽ ഇന്നത്തെ കാലത്തിന് ആവശ്യമുള്ള ആശയങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോധ്യമെന്ന് തോന്നുന്നത് മാത്രം, ഞാൻ അല്ലാതെ എല്ലാം ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല, എൻ്റേത് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഉദാഹരണത്തിന് നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ചോദ്യം വരും. പലപ്പോഴും അവർക്ക് ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ അവർ പാലിക്കാത്തതോ അവർക്ക് പുതിയതോ ആയിട്ട് തോന്നുന്ന ഏതാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യുക, ചോദ്യം വരാം. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അത് ആരുടേതെന്ന് നോക്കാമല്ലോ. നമുക്കതിന് ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തെയും ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെയുള്ള വസ്തുതകളാണ് നമ്മൾ പറയുന്നതല്ല. പലപ്പോഴും സമൂഹം ചെയ്യാത്ത കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, വചനത്തിലുടനീളം പ്രത്യേകിച്ച് പുതിയ നിയമത്തിലുടനീളം നമ്മൾ മനസ്സിലാക്കിയൊരു വസ്തുതയുണ്ട്. ഒരിക്കലും യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരെയും സമൂഹത്തിന് ഒരു കാലത്തും ഇഷ്ടമല്ലായിരുന്നു. നമ്മളിവിടെ കണ്ടതും അത് തന്നെയാണ്. യഹൂദന്മാർ അവർ ദൈവത്തിന് വേണ്ടി എന്നാണ് പറഞ്ഞതെങ്കിലും അവർക്ക് അസൂയയാണ് ആദ്യം മുന്നിൽ വന്നത്. ന്യായമായിട്ടും അതായിരുന്നില്ല വരേണ്ടിയിരുന്നത്. എന്നാൽ പൗലോസ് ആദ്യം പ്രവർത്തിച്ചപ്പോൾ അസൂയൊന്നും ആയിരുന്നില്ല.
ഈ ദൈവസഭയ്ക്കെതിരെ ആദ്യം പൗലോസ് നിഗ്രഹത്തിന് തുനിഞ്ഞപ്പോൾ അസൂയ പൂണ്ടൊന്നും അല്ലായിരുന്നു, യഥാർത്ഥമായ ആത്മാവിൻ്റെ വികാരമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിനെ ദൈവം തന്നെ നേരിട്ടിറങ്ങി സംസാരിച്ചത്. യേശുക്രിസ്തു നേരിട്ട് അവന് ദർശനം കൊടുത്തത് അതുകൊണ്ടാണ്. പൗലോസ് പലപ്പോഴും സാക്ഷ്യമായിട്ട് പിന്നീട് ആ ദർശനത്തെക്കുറിച്ച് പറഞ്ഞ എന്തുകൊണ്ടാണ്? അത് പൗലോസിന് ലഭിച്ച ശരിയായ ദർശനമായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ദർശനം അവന് ലഭിച്ചതാണ്. അത് ആ സമയത്ത് ഒരു ശിക്ഷ പോലെയാണ് നമുക്ക് തോന്നുമെങ്കിലും ആ സമയത്ത് പൗലോസിന് വേണ്ടത് അതായിരുന്നു. പൗലോസ് അത് താൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധ്യത്തിലാണ് ചെയ്തത്. പക്ഷേ അതിന് ഒരു മനുഷ്യനും പറഞ്ഞാൽ ഇയാൾ കേൾക്കത്തില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഇല്ലെങ്കിൽ ഒരു പ്രവാചകനെ വിട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിഷ്യനെ വിട്ടാൽ മതിയായിരുന്നു. അതിന് വിരോധമായിട്ട് നിന്നത് അത്രയും ആത്മാർത്ഥമായതുകൊണ്ടാണ് ആ മനുഷ്യനെ ദൈവം അങ്ങനെ വിളിക്കാനിടയായത്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയധികം കണ്ടൻസ്ഡ് ആയിട്ടുള്ള ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ലഭിച്ചത്. ദൈവത്തിന് സ്വാഗതം. ആ സഭയുടെ ചില പ്രവൃത്തികൾ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ആ സഭയും അവിടെ ശുശ്രൂഷിക്കുന്നവരും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം, ഈ ബന്ധം എന്ന് പറഞ്ഞാൽ പൗലോസ് ആ സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞിട്ടും തിരിച്ചു വരാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ ഒന്ന് വിസിറ്റ് ചെയ്യാനല്ല, അവിടെ വന്ന് താമസിക്കാനല്ല, അവരെ വിസിറ്റ് ചെയ്യാൻ അവരും അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം ഒരു ബന്ധം നമുക്കുണ്ടാകാറുണ്ടോ? നമ്മുടെ ഒരു നാട്ടിലൊക്കെ ഒരു പാസ്റ്റർ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ഒന്ന് തിരിച്ചു വന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ നിലപാടുകളെ അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ സഭ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതേ അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കരുത്. എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അവർ ട്രാൻസ്ഫറായി പോകണം. പോയാൽ പിന്നെ അവിടേക്ക് തിരിച്ചു വരരുത്, ആ വിധത്തിൽ തന്നെ പോയിക്കോണം എന്നുള്ളതാണ് സഭ തന്നെ ആഗ്രഹിക്കുന്ന നിലപാടുകൾ. ഈ വായിച്ച വചനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണോ അതുള്ളത്? ഇഴകീറി പരിശോധിച്ചാൽ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതുപോലെ പോകേണ്ടി വരും. എന്തുകൊണ്ട് ഈ ട്രാൻസ്ഫർ സംവിധാനം വന്നിരിക്കുന്നു? എന്തുകൊണ്ടത് നിലനിൽക്കുന്നു? എന്തിനു വേണ്ടി നിലനിർത്തുന്നു? അത് തീരുമാനം എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അതിൻ്റെ കമ്മിറ്റി 2-3 ദിവസം ഈ യാതൊരു ആശയവിനിമയത്തിനുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത എവിടെങ്കിലും ഇരുന്നിട്ടാണ് അവർ ഇത് തയ്യാറാക്കുന്നത്. അത്രത്തോളം പ്രഷറാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ദൈവസഭയെക്കുറിച്ചാണ്. ഒരാൾ മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അവിടെയാണ് നമുക്ക് സത്യം വെളിപ്പെടുത്തേണ്ടത്. അവിടെയാണ് നമുക്ക് ശരിയായ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ശരിയല്ലാത്തത് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആശയവിനിമയം അത്യാവശ്യമാണ്. നമ്മുടെ വിശ്വാസത്തെ ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുത്, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ആകരുത്, ജഡീകമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ആകരുത്. പലപ്പോഴും നമുക്ക് തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ഈ യഹൂദന് തീരുമാനിക്കാമായിരുന്നു, അസൂയ വന്നപ്പോൾ തീരുമാനിക്കാമായിരുന്നു, ഇത് ശരിയായ ചിന്തയല്ല, ദൈവത്തിൽ നിന്നുള്ളതല്ല. ജഡീകമായ താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അന്നേരം തീരുമാനിക്കാം, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നാൽ ഒരു ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് തീരുമാനിക്കാം, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അതൊരു കഷ്ടതയാണെങ്കിലും, എത്ര കഷ്ടതയാണെങ്കിലും അതിനകത്ത് ഭാരപ്പെടേണ്ട, സഭ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടതാണെന്ന് വേദപുസ്തകം നമുക്ക് ഉറപ്പ് തരുന്നു. ഈ കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. സഭ കഷ്ടതയിൽ കൂടെ കടന്നു പോകും, എല്ലാ കാലവും കടന്നു പോകും. ഇന്ന് പിശാച് ഉയർത്തിക്കൊണ്ടുവരുന്ന മാർഗവും ഇതാണ്. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി തുടക്കം, ആ പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞ ഉടനെ സ്തെഫാനോസിൻ്റെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയ്ക്ക് ഉണ്ടായ എന്താ? സഭയ്ക്ക് പീഡനം ഉണ്ടായത്. അവിടുന്ന് ചിതറിപ്പോയവരാണ് സുവിശേഷം പറഞ്ഞ് റോമിലൊക്കെ സഭയുണ്ടായത്. ഓർമ്മയുണ്ടല്ലോ, വിശ്വാസികൾ. ഇന്ന് പിശാച് അവലംബിച്ചിരിക്കുന്ന മാർഗം ഇത് തന്നെയാണ്. സിറിയ, ഇസ്രായേൽ, പാലസ്തീൻ ഇത്തരം ഭാഗങ്ങളിൽ ഒരു കോളൊക്കെ ഉണ്ടാക്കി. ഇറാഖ്, ഇറാൻ, എന്ത് സംഭവിച്ചു? ഇവിടുന്ന് അവരുടെ സാധനം അങ്ങോട്ട് കയറ്റുമതി ചെയ്തു, യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. പണ്ട് പരിശുദ്ധാത്മാവ് സ്വീകരിച്ച അതേ മാർഗം ഇപ്പോൾ പിശാച് സ്വീകരിച്ചുകൊണ്ടിരിക്കുക.
സ്വീകരിക്കുക മാത്രമല്ല 50% വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഏറ്റവും വിജയകരമായ മാർഗം തന്നെയാണ്. ചിതറുക ദൈവത്തിൻ്റെ ആവശ്യമാണ്. കാര്യം പൗലോസും ശീലാസും ഒരുമിച്ച് പോയപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരാശയമാണ്, അവർ ഒരുമിച്ച് പോയപ്പോൾ ഒരു മീറ്റിങ്ങേ നടക്കുന്നുള്ളൂ. പക്ഷെ അവർ രണ്ടായിട്ട് ഒരാശയത്തിൽ, മർക്കോസിൻ്റെ കാര്യത്തിലാണെങ്കിലും പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് നടക്കാൻ തുടങ്ങി? ഒരേ ദിവസം 2 മീറ്റിംഗ് നടക്കാൻ തുടങ്ങി. രണ്ടിടത്തും നല്ല മെസ്സേജ് വരാൻ തുടങ്ങി, രണ്ടിടത്തും സുവിശേഷം കേൾക്കാൻ തുടങ്ങി, രണ്ടിടത്തും വ്യക്തികൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി. പലപ്പോഴും നമുക്കിതെല്ലാം ആവശ്യം, നമുക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് ആവശ്യമല്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ പല സ്ഥലത്തേക്ക് പോകുന്നതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, സഭ എന്ന് പറയുന്നതിന് ഒരു പരസ്പരം ബന്ധം, ഇഴപിരിയാത്ത ബന്ധം, ഉപദേശം നിലനിർത്താൻ ആവശ്യമായ ഒരു ബന്ധം ആവശ്യമാണ്. തെസ്സലോനിക്ക ലേഖനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വസ്തുത ഇതാണ്. ഒരു ചെറിയ മാറ്റം വന്നാലും അത് തിരിച്ചറിയാൻ കഴിയണം, അതിൽ മാറ്റം വരുത്താൻ കഴിയണം, അതിനെ വീണ്ടും ഉറപ്പിക്കാൻ കഴിയണം. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, അതാണോ ശരി ഇതാണോ ശരി എന്ന് സംശയം തോന്നുന്ന അവസ്ഥകൾ ഒത്തിരി സമയത്ത് നമുക്ക് വരാറുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ സാധാരണ കാണുന്ന അവസ്ഥകളാണ്. പല കാര്യങ്ങളും ശരിയാണോ, ഇത് ശരിയാണോ, അവിടുത്തെ ഉപദേശം ഇങ്ങനെ വരുന്നത്, ഇവിടുത്തെ ഉപദേശം ഇങ്ങനെ വന്ന്, നമ്മുടെ പിതാക്കന്മാർ ആയിരക്കണക്കിന് പേര് ചെയ്തത് ശരിയാണോ, ഈ ചോദ്യം ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഇതിലും വലിയ 10,000 ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് വിടാൻ കുഴപ്പമില്ലായിരുന്നു. അത് വിട്ട് കഴിഞ്ഞ് 10,000 വിട്ട് കഴിഞ്ഞ് 1000 വന്നപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സംശയം, ഈ 1000 ചെയ്യുന്നത് തെറ്റായിരിക്കുമോ എന്നൊരു സംശയം വന്നോണ്ട്. അല്ല, വചനപ്രകാരം അല്ലാത്തത് മുഴുവൻ തെറ്റായിരിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും വചനപ്രകാരമുള്ളത് 100% ശരിയായിരിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കും. വചനം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം, മറ്റൊരാൾ മാത്രമല്ല. അതുകൊണ്ടാണ് ബെരോവക്കാരെ വീട്ടിൽ പോയി പരിശോധിച്ചപ്പോൾ, വീട്ടിൽ പോയി ചെല്ലുമ്പോൾ വേറെ ആരും ഉണ്ടോ? വേറെ ആരുമില്ല. അവർ കേട്ട വചനം വീട്ടിൽ പോയി അവർ പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ വീട്ടുകാർ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആരും പറഞ്ഞു കൊടുക്കാനില്ല, പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള വസ്തുത, ഒടുവിൽ സഹോദരന്മാരെന്ന് പറഞ്ഞ പോലെ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഏറ്റവും വലിയൊരു തർക്ക വിഷയം വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിലൂടെ തോന്നിയത് ഒരൊറ്റ വികാരമാണ്, ഒരൊറ്റ തീരുമാനമായിരുന്നു അവർക്ക് തോന്നിയത്. അപ്പോസ്തലപ്രവൃത്തി 15 നമ്മൾ പലതവണ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ സന്ദർഭത്തിലും നമ്മളുടെ ചിന്ത പരിശുദ്ധാത്മാവിലൂടെയാണെങ്കിൽ അത് നമുക്ക് തരാൻ പോകുന്നത് ഒരൊറ്റ ഉത്തരവായിരിക്കും. അതെല്ലാവരിലും ഒരേ രൂപത്തിലായിരിക്കും വരാൻ പോകുന്നത്. അവിടെ തർക്കം ഉണ്ടാകത്തില്ല, ഒരൊറ്റ ആശയം അവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ നടത്താനിടയാകട്ടെ. സുവിശേഷം വ്യാപിക്കാൻ ഏറ്റവും അധികം നമ്മൾ ശ്രമിക്കണം. നമുക്ക് ചില ആശയങ്ങൾ കണ്ടെത്തേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ഇനിയും ഇങ്ങനെ ഇരിക്കുന്നവരാകരുത്. ഈ ദേശത്തെങ്കിലും നമുക്ക് ചിലരെ കൂട്ടാൻ കഴിയണം. അത് സഭ വലുതാക്കാനല്ല, ഒരു രാജ്യം പണിയാനല്ല, മറിച്ച് ആ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് അവരെ മാത്രമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇത് വേറെ ഒരു സ്വാർത്ഥതയ്ക്കുമല്ല. ദൈവം നമ്മളോട് കൽപ്പിച്ച കൽപ്പന, ലോകത്താർക്കും ചെയ്യാൻ കഴിയാത്ത നന്മ, അത് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കണം.